ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1722. ഇന്ന് സെപ്റ്റംബർ മാസം 17-ാം തീയതി 261-ാമത്തെ ദിവസത്തിലെത്തി. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചുമൊക്കെ യേശു പറയുമ്പോൾ കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭൂമിയിലെ പല കാര്യങ്ങളും നമുക്കൊന്ന് വേണ്ട വിധത്തില് ശരിയായ വിധത്തില് ഇണങ്ങിക്കിട്ടുന്നതിന് എല്ലാ അറിവിനും അപ്പുറത്ത് ദൈവത്തിന്റെ കൃപയുടെ ആവശ്യമുണ്ട്. അതാണ് ഏറ്റവും ആദ്യം ലഭിക്കേണ്ടത്. അതിൻ്റെ ഒരു പ്രകാശത്തിൽ തണലിലായിരിക്കണം എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഒന്ന് ഉൾക്കൊള്ളേണ്ടതും. ദാമ്പത്യത്തെക്കുറിച്ച് അതിങ്ങനെ ഒരാളെ പൂർണ്ണമായിട്ടും വിഴുങ്ങിക്കളയുന്ന അനുഭവമായി മാറുന്നു. പുരുഷ മേധാവിത്വത്തെക്കുറിച്ച് മാത്രമൊന്നുമല്ല കേട്ടോ. ഏതാണ്ട് ഈക്വാളിറ്റിയുടെ കാലത്ത് രണ്ടു കൂട്ടരും കുറെ കൂടിയൊക്കെ ഒന്ന് നന്നാവാനുണ്ടെന്ന് തോന്നുന്നു. ഒരാളുടെ സ്വപ്നങ്ങൾക്കും സന്തോഷങ്ങൾക്കും വില നിശ്ചയിക്കാനായിട്ട് ഈ ഭൂമിയിൽ മറ്റാർക്കാണ് ശരിയായ അവകാശം? ദൈവത്തിനല്ലാതെ അതൊന്ന് അളന്നെടുക്കാനായിട്ട് മറ്റാർക്കും അവകാശമില്ല. പുനർവിചിന്തനങ്ങളും തിരുത്തലുകളുമൊക്കെ ആവശ്യമായിരിക്കാം പലരുടെയും ജീവിതത്തിൽ. നമ്മൾ അതിനുവേണ്ടി ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട്, ആക്രോശിക്കുന്നുണ്ടാവാം. അതിന് ആവശ്യമായ വഴി ഒരുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നുണ്ട്. എല്ലാം വെട്ടി ഒരുക്കിയാൽ കുറച്ചും കൂടി നന്നാവുമെന്നാണ് തോന്നൽ. എല്ലാ വെട്ടിയൊരുക്കലുകളും വളർച്ചയ്ക്ക് വേണ്ടിയല്ല കേട്ടോ, വളർച്ചയിലേക്കല്ല എത്തിക്കുന്നത്. ചിലതൊക്കെ അതോടുകൂടി പൂർണ്ണ നാശത്തിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തിരുത്തലുകളൊക്കെ വരുത്താനായിട്ട് തിരക്കുകൂട്ടാതിരിക്കുക. എല്ലാ മനുഷ്യർക്കും സ്വപ്നങ്ങളുണ്ടെന്നും അവരുടേതായ ഒരു സ്പേസ് ഉണ്ടെന്നും ഒക്കെ ഒന്ന് തിരിച്ചറിയുക. പിന്നീട് മതി അതൊന്ന് അംഗീകരിക്കാനായിട്ട്, അതിനനുസരിച്ച് നമ്മളൊന്ന് പെരുമാറി തുടങ്ങാനായിട്ട്. ഒരു മതിൽ നിർമ്മിച്ച് അതിനകത്ത് ഇഴഞ്ഞു നടക്കാൻ പാകത്തിന് അവരന്റെ ചിറകുകളൊക്കെ അരിഞ്ഞു കളയുന്ന ആളുകളായിട്ട് ദാമ്പത്യത്തില് ശരിക്കും ജീവിത പങ്കാളികൾ മാറുന്നുണ്ട്. ആണും പെണ്ണുമൊക്കെ അതിനായിട്ട് വല്ലാതെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ കഴിവും അവകാശവും ഒക്കെയാണ് ഇതിലൂടെ നിഷേധിക്കുന്നത്, ചവിട്ടി മെതിക്കപ്പെടുന്നത്. കുറച്ചൊക്കെ ഒരു പ്രകാശവും അവബോധവും ആവശ്യമാണ്. ക്രിസ്തുവേശു അതുകൊണ്ട് തന്നെ പറഞ്ഞു അവസാനിപ്പിക്കുന്നുണ്ട്, ഗ്രഹിക്കുവാൻ കഴിവുള്ളവൻ മാത്രം ഇതെല്ലാം ഗ്രഹിക്കട്ടെ. നമുക്കും ആ ഒരു കൃപയിലേക്കും കഴിവിലേക്കും പ്രാർത്ഥനയോടുകൂടി എത്തിച്ചേരാം. ആമേൻ.